എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ മുതൽ ആരംഭിക്കും. നവംബർ 23-ാം തീയതി മുതൽ നവംബർ 27-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് വഴി ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം ലഭ്യമാവുക. പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഫാർമസി, അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി DPharm, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ഈ ഒരു DMLT, അതായത് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ്, അതായത് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നാളെയാണ് പ്രസിദ്ധീകരിക്കുക. അതായത് നാളെ വൈകുന്നേരത്തോടെയോ അല്ലെങ്കിൽ രാവിലെയോടെയോ ആയിട്ട് നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻ്റ് ആണ് ഉണ്ടാവുക. അതായത് ആദ്യം നിങ്ങൾക്ക് മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സൗകര്യമാണ് ഉണ്ടാവുക. ഏതൊക്കെ കോളേജുകളാണ് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനായിട്ട് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അതായത് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ആണ് വെബ്സൈറ്റിൽ ലഭ്യമാവുക. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം പറയാം. ആദ്യം തന്നെ നിങ്ങൾ LBS വെബ്സൈറ്റ് വഴി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും. പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കോളേജ്, അതുപോലെ തന്നെ ഏത് കോഴ്സാണ്, അതുപോലെ തന്നെ ആ ഒരു കോളേജ് ഗവൺമെൻറ് കോളേജാണോ സെൽഫ് ഫിനാൻസ് കോളേജാണോ, അതുപോലെ സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ തന്നെ അത് മെറിറ്റ് സീറ്റ് ആണോ മാനേജ്മെൻറ്റ് സീറ്റാണോ എന്നിങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ബോക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കൂടി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെ ഡീറ്റെയിൽസും അതായത് ഓപ്ഷൻസുകൾ ഇതേ രീതിയിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്, അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സിലാണോ അഡ്മിഷൻ ലഭിക്കാൻ താല്പര്യമുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നമ്പർ നൽകാനുള്ള ബോക്സിൽ നിങ്ങൾക്ക് 1, 2, 3 ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ എത്രാമത്തെ ഓപ്ഷനാണ് ഒന്നാമതായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് 1, അടുത്ത ഓപ്ഷൻ എത്രാമതായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് 2, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നൽകിയ ശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് സേവ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് സെലക്റ്റഡ് കോളേജ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം ഉണ്ടാവും. അത് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള എത്ര ഓപ്ഷനുകൾ, നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഏതൊക്കെ കോളേജുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിവ നിങ്ങൾക്ക് താഴെ ലിസ്റ്റഡ് ആയിട്ട് വന്നത് കാണാൻ പറ്റും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെയായിട്ട് പ്രിൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അതുപോലെ നിങ്ങൾ നൽകിയ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ നമ്പർ നൽകിയിട്ടുള്ള ആ ഒരു പേജ് ആ ഒരു ഭാഗത്ത് തന്നെ വരിക. അതിനുശേഷം അതിന് നേരെയായിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ അതുപോലെ തന്നെ റിമൂവ് എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റിമൂവ് എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യപ്പെടും. അതിനുശേഷം പിന്നീട് നിങ്ങൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും ആ ഒരു കോളേജ് ഒഴിവാകുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു 23-ാം തീയതി മുതൽ 27-ാം തീയതി വരെ എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഏതെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റാം, അതുപോലെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷൻസ് ഏതെങ്കിലും എത്രാമത്തെങ്കിലും ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യുന്ന എഡിറ്റുകൾ അനുസരിച്ച് സേവ് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് വേണ്ട മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് നവംബർ 28-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം പിന്നീട് നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനും, അതായത് അതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനും, അതുപോലെ ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിലോ, അതായത് എന്തെങ്കിലും എഡിറ്റിങ്ങൾ ചെയ്യണമെങ്കിലോ, അതായത് ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലോ, അതുപോലെ റിമൂവ് ചെയ്യണമെങ്കിലോ, പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, അതുപോലെ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ, റീ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു 28-ാം തീയതി മുതൽ 30-ാം
തീയതി വരെയാണ് അവസരം ഉണ്ടായിരിക്കുക. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡിസംബർ 2 തീയതിയും. ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ 10,000 രൂപയും ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ 7,240 രൂപയും, SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഏകദേശം 500 രൂപയുമാണ് ഫീസ് ഇനത്തിൽ അടക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ അത് നിങ്ങൾക്ക് LBS വെബ്സൈറ്റ് വഴി തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടോ ഫെഡറൽ ബാങ്ക് ശാഖ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടിയുള്ള ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളൊരു 100 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾക്കൊരു 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ പിന്നീട് വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് കൺസിഡർ ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻ ആയിരിക്കും. അത് 10ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 10ന് ശേഷമുള്ള 11 മുതൽ പിന്നീട് 100 വരെയുള്ള ഓപ്ഷൻ റിമൂവ് ചെയ്യപ്പെടും. പിന്നീട് 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനുകളെ മാത്രമേ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കോളേജും കോഴ്സും തന്നെ മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാനും, അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനും നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് മറ്റ് ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസ് ഒന്നും, നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്യേണ്ട. ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനുകളാണ് ഹയർ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏത് കോഴ്സും ഈ ഒരു ഹയർ ഓപ്ഷനിൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ആ ഒരു രീതിയിൽ നിലനിർത്താവുന്നതും, അതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതും ആണ്. അതിനുശേഷം പിന്നീട് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ഡിസംബർ 7 തീയതിയാണ്. അതിനുശേഷം ഡിസംബർ 7 തീയതിക്ക് ശേഷം പിന്നീട് നിങ്ങളുടെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമാണ്. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം ആദ്യമായിട്ട് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ ആദ്യം കിട്ടി പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് സെൽഫ് ഫിനാൻസിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനും, നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അവസരവും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ഡിസംബർ 7 തീയതി മുതൽ ഡിസംബർ 10 തീയതി വരെയാണ്. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് ഡിസംബർ 12 പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിസംബർ 12 മുതൽ 16 തീയതി വരെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു 1, 2, 3 അലോട്ട്മെൻറ്റ് അതുവരെ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിസംബർ 16 തീയതി മുതൽ ഡിസംബർ 17 തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടാനും സാധിക്കുന്നതാണ്. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും സ്പോട്ട് അലോട്ട്മെൻറ്റുകളും ഓരോ കോളേജിലെയും വേക്കൻസിക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റായിട്ട് നടത്തപ്പെടുക. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ ലോഗിൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ പറ്റും. അലോട്ടഡ് ആണ്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വ്യൂ അലോട്ട്മെൻറ്റ് എന്ന ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് കിട്ടിയുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അതുപോലെ UPI നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചലാൻ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്, അത് തേർഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുക. കാരണം തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റൊരു കോളേജിലേക്കോ കോഴ്സിലൊക്കെ നിങ്ങളുടെ ആവശ്യമനുസരിച്ച്, അത് നിങ്ങളുടെ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റമൊക്കെ വന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രം അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുന്നത്. തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം അതുവരെ ഫീ പേയ്മെൻറ്റ് ഒക്കെ ചെയ്ത വിദ്യാർത്ഥികൾക്കൊക്കെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയും ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ എടുത്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ ബാലൻസ് ഫീസ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീസും സഹിതം എടുത്തിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടിയിട്ടുള്ള മെറിറ്റ് സീറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ 27,500 രൂപയാണ് അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ടുള്ളത്. അതിനോടൊപ്പം PTA ഫണ്ടും, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 55,000 രൂപയാണ് അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ
വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ച് പിന്നീട് വേറെ ഫീസൊന്നും ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ കിട്ടിയ മറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PTA ഫണ്ട് അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടി വരും. അതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും കോമൺ ആയിട്ട് യൂണിഫോം ഉണ്ടെങ്കിൽ യൂണിഫോം, അതുപോലെ ബുക്ക്, ഹോസ്റ്റൽ വേണ്ട വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഫീസ് എന്നിങ്ങനെയൊക്കെയുള്ള ഫീസുകൾ എക്സ്ട്രാ ആയിട്ടും വരുന്നതായിരിക്കും. അഡ്മിഷൻ സമയത്ത് കോളേജിൽ അടക്കേണ്ട ഈ ഒരു 55,000 രൂപ, മാനേജ്മെൻറ്റ് സീറ്റിലാണെങ്കിൽ 55,000 രൂപ, അതുപോലെ മെറിറ്റ് സീറ്റാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് 25,500 രൂപ. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ പിന്നീട് PTA ഫണ്ട് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ സെൽഫ് ഫിനാൻസിലും PTA ഫണ്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഫീസൊക്കെ അഡ്മിഷൻ സമയത്ത് തന്നെ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നാളെ മുതലാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.